ചൈന ഗ്രാസും ജലാറ്റിനും മിൽക്ക് മെയ്ഡും ഒന്നും ചേർക്കാതെ വെറും 3 ചേരുവ മാത്രം വെച്ചുണ്ടാക്കിയെടുക്കുന്ന പുഡിങ്ങാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു പാത്രത്തിലോട്ട് 1 പാക്കറ്റ് പാല്, 1/2 ലിറ്ററിന്റെ 1 പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം കുറക്കാട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ ഇളക്കണം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വനില എസൻസോ ഏലക്ക പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കുറച്ചു നേരം ഒരു 5-10 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് കുറുകി ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഇതിപ്പോ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ സാവധാനം ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന രീതിയിലാണ് കേട്ടോ. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇത് 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ്. നമ്മൾ ഇതിലോട്ട് ചൈന ഗ്രാസോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ.